ഞാനേ നിങ്ങൾ ആരും ഇതുവരെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം പറഞ്ഞു തരട്ടെ. മിസ്സാക്കല്ലേ, ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഞാനൊരു ഡിഗ്രി ലെവൽ ജോലിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ആ ജോലി ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ഇപ്പൊ തന്നെ കേട്ടോ. ആ ജോലിയുടെ ഒന്നാമത്തെ പ്രത്യേകത രാവിലെ 10 മുതൽ 5 വരെ ജോലി ചെയ്താൽ മതി. അത് മാത്രമല്ല, ആ ജോലി സമയത്ത് ഒരു തരത്തിലുള്ള പ്രഷറോ ടാർഗറ്റോ ഇല്ലാതെ നിങ്ങൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം തരുന്ന ഒരു പോസ്റ്റ്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് കൃത്യമായി പെൻഷൻ ഉള്ള ഒരു പോസ്റ്റ്. മൂന്നാമത്തേത്, കേരള സർവീസ് റൂൾ പ്രകാരം നിങ്ങൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു പോസ്റ്റ്. ഇനി താല്പര്യമുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ജില്ലകളിലോ നിങ്ങൾക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളിലോ പോയി ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ്. ഏതാണ് ആ പോസ്റ്റ് എന്ന് ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും മനസ്സിലായി. ഈ എല്ലാ കാര്യങ്ങളും ഒരേ സമയം നേടിത്തരുന്ന ഡിഗ്രി ലെവൽ എക്സാം ഈ വിളിച്ചിരിക്കുന്നതിൽ ഏതാണ്? യെസ്, നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തന്നെയാണ്. SI ആയിക്കോട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, SBCID ആയിക്കോട്ടെ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പരീക്ഷ തന്നെയാണ് വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അതുകൊണ്ട് തന്നെ അത്രമേൽ ഡിമാൻഡ് ഉള്ളത് തന്നെയാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു സുവർണ അവസരം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മളത് മിസ്സാക്കാൻ പാടുണ്ടോ? മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്? എന്താണ് ഇപ്പോൾ നിലവിൽ ഈ പരീക്ഷയുടെ ഇപ്പോൾ നിലവിൽ ഉള്ള അവസ്ഥകൾ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് അവസാന പരീക്ഷ നിങ്ങൾക്കറിയാം, ലാസ്റ്റ് നടന്ന പരീക്ഷ 2023 അല്ലെ? ആ പരീക്ഷയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എന്താണ് അതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കുക, നമുക്ക് എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 11/3/2024 അതിൽ നിന്നും ഈ കഴിഞ്ഞ 26/12/2025 വരെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നിങ്ങൾ അറിയേണ്ടത്, ആ എക്സാമിന്റെ മെയിൻ ലിസ്റ്റിൽ 770 ആളുകൾ ഉൾപ്പെട്ടിരുന്നു. മെയിൻ ലിസ്റ്റിൽ 770 ആളുകൾ, സപ്ലിമെന്ററി ലിസ്റ്റിൽ 793, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ട് 38, അങ്ങനെ ആകെ മൊത്തം 1601 ആളുകൾ പ്രോബബിലിറ്റി ലിസ്റ്റിൽ വന്നു. നമുക്ക് മെയിൻ ലിസ്റ്റ് വെച്ച് തന്നെ നോക്കാം അല്ലെ? മെയിൻ ലിസ്റ്റിൽ 770 ആളുകൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 26/12/2025 വരെയുള്ള അഡ്വൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 328 ആളുകൾക്ക് ഓൾറെഡി ജോലി ശുപാർശ പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ ജോലി ലഭിച്ചു കഴിഞ്ഞു. നോക്കിക്കേ, ഏകദേശം പകുതിയിലധികം ആളുകൾക്കും പകുതിയോടടുത്ത് ആളുകൾക്ക് ഇതുവരെ എന്ത് ലഭിച്ചിട്ടുണ്ട്? ജോലി ലഭിച്ചിട്ടുണ്ട്. ഇനിയുമുണ്ട്. നോക്കുക, 11/3/2024 വന്ന ആ റാങ്ക് ലിസ്റ്റ് തീരാൻ പോകുന്നത് 10/3/2027 ഇത്രയും ഒന്നും ആയിട്ടില്ല, പകുതി പോലും ആയിട്ടില്ല അല്ലെ? അപ്പൊ ഇനിയും അങ്ങോട്ട് സമയം കിടക്കുന്നു. ആ സമയം കൊണ്ട് ഇതിന്റെ ഇനിയും ആളുകൾ എന്ത് ചെയ്യപ്പെടും? സെലക്ട് ചെയ്യപ്പെടും. അപ്പൊ ഇത്തരം ഒരു ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള ജോബിന് 770 പേരിൽ നിന്നും 328 ആളുകൾക്ക് അഡ്വൈസ് പോയി കഴിഞ്ഞു. ആ 328 ആളുകളുടെയും പ്രത്യേകത, ഡിഗ്രി ലെവലിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും സമാധാനത്തോടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷം നൽകുന്ന ജോലിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വിശ്രമം, കിട്ടുന്നവരെ പരിശ്രമം, കിട്ടിക്കഴിഞ്ഞാൽ വിശ്രമം എന്നല്ല, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് എന്തെന്ന് പറയുന്നത്. നിങ്ങളെ കലാലയത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അത്തരം ഒരു ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ നിലവിലുള്ള നിയമന നില എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ മുമ്പിലുള്ള അവസരം നമുക്ക് ആരും എക്സ്പ്ലോർ ചെയ്ത് തരില്ല. അത് നിങ്ങൾക്ക് അവിടെ എപ്പോഴെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. ഓക്കെ, ഇനി നമുക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു തസ്തികയുടെ സാലറിയാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടത്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ഡേ നമ്മൾ എന്താണ് നോക്കുന്നത്? നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നുള്ള വരുമാന മാർഗം അത് വളരെ വളരെ വലുതാണ്. 39,300 മുതൽ 83,000 രൂപ വരെ. അതായത് ഇതെല്ലാം അലവൻസും ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കി പിടുത്തവും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് ഒരു 52 മുതൽ 53 വരെ കിട്ടുന്ന ഒരു തസ്തികയാണ് എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, പുതിയ പേ കമ്മീഷൻ അല്ലെങ്കിൽ പുതിയ സാലറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും.
ഇതെല്ലാം മാറും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങാനായിട്ട്. ക്ലിയർ ആണ്. അപ്പൊ ശമ്പള പരിഷ്കരണം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അടിപിടി മാറും. ഇനി അങ്ങോട്ട് കൂടുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസുകൾ എല്ലാം ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയി അത് കൂടാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ആ സാലറി എന്ന് പറയുന്ന കാര്യം കൂടെ നിങ്ങൾ എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് ആ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ഫ്യൂച്ചറിനും എപ്പോഴും സ്ട്രെങ്ത് തരുന്നതാണ്. അപ്പൊ നമ്മൾ എടുക്കുന്നത് സോളിഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കണം. അത് നൽകുന്ന ഒരു സോഴ്സിനെ ആയിരിക്കണം നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഇനി ഇവിടെ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സാധാരണ നിങ്ങൾ പഠിക്കാനിരിക്കുന്നു, എന്താണടാ, ആദ്യം ഒരു പ്രിലിംസ് വരും അല്ലേ? ആദ്യം പ്രിലിംസ് വരുന്നു, അതിനുശേഷം മെയിൻസ് വരുന്നു. ഓക്കെ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്താണ് ഒരു പറ്റം ആളുകൾ ചെയ്യുന്നത്, ആദ്യം ആ പ്രിലിംസിന് വേണ്ടി ഇരുന്നങ്ങ് പഠിച്ചതങ്ങ് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് മെയിൻസ് നോക്കുക. എടാ, നമ്മൾ എന്താ വിശക്കും നേരം ഹോട്ടലിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായമാണത്. നമുക്ക് വിശക്കും എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളുടെ വീട്ടിൽ അന്നന്ന് ദിവസത്തേക്ക് വേണ്ട ആഹാരം പാകം ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയിൽ വേണം നമ്മൾ പഠിക്കാനും. അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മനസ്സിൽ ലക്ഷ്യമിടുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ടത് പ്രിലിംസ് ഫോക്കസ് ചെയ്തല്ല. പ്രിലിംസ് എന്താണടാ, നമ്മൾ ഉറപ്പായിട്ടും കടക്കും എന്ന് നമുക്ക് 100% പറയാൻ കഴിയുന്ന പടിയാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻസ് ആണ്. മെയിൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പ്രിലിംസിന്റെ സിലബസ് എടുക്കുന്നു, മെയിൻസിന്റെ സിലബസ് എടുക്കുന്നു. രണ്ടിന്റെ അകത്തും അതിൻ്റെതായ വ്യത്യസ്തകൾ ഉണ്ട്. ആ വ്യത്യസ്തകൾ നിലനിൽക്കെ രണ്ടു പേർക്കും രണ്ടാളുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു പറ്റം ടോപ്പിക്കുകൾ ഉണ്ടല്ലോ. ആ ടോപ്പിക്കുകൾ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിച്ചു സെറ്റാക്കിയിരിക്കണം. ഇതാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രിലിംസിനും മെയിൻസിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് പഠിക്കേണ്ടത്? ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അത്തരം ടോപ്പിക്കുകൾ എല്ലാം ആദ്യം കവർ ചെയ്യണം. അപ്പൊ പ്രിലിംസിനുള്ളത് പ്രിലിംസിനുമായി, മെയിൻസിനുള്ളത് മെയിൻസിനുമായി. രണ്ടിന് 2 in 1, രണ്ടിനും കൂടി ഒറ്റ പഠനം, ഒറ്റ സ്ട്രാറ്റജി, ഒറ്റ മെത്തേഡ് എന്ന രീതിയിൽ മനസ്സിൽ കാണണം. അപ്പൊ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവിടെ പ്രിലിംസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി 5, എക്കണോമിക്സ് 5. ജോഗ്രഫിയും എക്കണോമിക്സും ആദ്യം നിങ്ങൾക്ക് ഉള്ളം കയ്യിൽ ഭദ്രമായിട്ട് ഒതുക്കാം. ഞാൻ പ്രയോറിറ്റി ലിസ്റ്റ് വെച്ചാണ് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞതാ സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ 10, കമ്പ്യൂട്ടർ സയൻസ് 5, സയൻസ് ആൻഡ് ടെക്നോളജി 5. നോക്കുക, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്ക്. ഓക്കെ ആണല്ലോ. ഇനി ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്. റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ മലയാളമാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, മലയാളത്തിന് 10 മാർക്ക്. ഇവിടെ ഒറ്റ 10 ഉള്ളൂ കേട്ടോ. മലയാളത്തിന് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളത്തിന് 10 മാർക്ക്. അപ്പൊ ഇവിടെ എത്ര മാർക്കായി? ഇതാ നോക്കുക, ഇത് മൂന്നും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അത് മൂന്നും കൂടെ അങ്ങ് സെറ്റ് ആക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടാ? 20, 40, 10, 50 മാർക്ക് കിട്ടുന്നുണ്ട്. ഇനിതാ ഇവിടെ ജോഗ്രഫിയും എക്കണോമിക്സും സെറ്റ് ആക്കി കഴിഞ്ഞാൽ അവിടെ 10 മാർക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിന്റെ അകത്ത് ബാക്കി ഹിസ്റ്ററിക്കകത്ത് നിങ്ങൾക്ക് ഒരു 5 മാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന്റെ അകത്ത് എല്ലാം കൂടെ നിങ്ങളൊരു 5 മാർക്ക് സെറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ മിനിമം ഇട്ടാണ് കൂട്ടുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു 50, ഇവിടെ ഒരു 50ൽ ഒരു 40 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു. ഇവിടെ ഒരു 5, ഇവിടെ ഒരു 5. അപ്പം 40ഉം 10ഉം 50, 50ഉം 10ഉം 60, 60ഉം 5ഉം 65. വേണ്ട, 60 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 60 മാർക്ക് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? പ്രിലിംസ് ക്ലിയർ ചെയ്യുമെന്ന് ഞാൻ പറയും. കാരണം ഇവിടെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50.59 എന്നാണ്. ഇവിടെ റാങ്ക് നിലവാരമില്ല. ഇത് ക്ലിയർ ചെയ്യുന്ന ആരും, ഈ കട്ട് ഓഫ് കിടക്കുന്ന എല്ലാവരും ആ പ്രിലിംസ് എന്താകും? ക്ലിയർ ആകും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ജോഗ്രഫി, എക്കണോമിക്സ്, അങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അത് പഠിച്ചു തീർക്കുക. ഇവിടെ ഞാൻ ആ സബ്ജക്റ്റുകൾ ആദ്യം എടുത്ത് പറയാൻ കാരണം അപ്പുറയും ഇപ്പുറയും കോമൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതല്ലേ? അങ്ങനെ വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതിൽ തന്നെയാണ് നമ്മൾ വീണ്ടും അത് പറയുന്നത്. നിങ്ങൾ മെയിൻസിലേക്ക് വന്നാൽ, മെയിൻസിന്റെ സിലബസിലേക്ക് നിങ്ങൾ വന്നാൽ വീണ്ടും നോക്കിക്കേ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജ് 10 മാർക്ക്. നോക്കടാ, നേരത്തെ
നേരത്തെ അവിടെ 50 മാർക്ക് തന്ന സാധനം ഇപ്പോൾ ഇവിടെ 30 മാർക്കിന്. ഓക്കെ ആണല്ലോ. ഇനി കറണ്ട് അഫയേഴ്സ് അതാ കയറി വരുന്നു. കറണ്ട് അഫയേഴ്സ് കൈവിട്ട് കളയരുത്, 15 മാർക്ക്. കറണ്ട് അഫയേഴ്സ് 15 മാർക്ക്. ദാ ഇമ്പോർട്ടന്റ് ആക്ട്, അതായത് ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട സ്പെഷ്യൽ ടോപ്പിക്, അത് ദാ 13 മാർക്കിന് ഉള്ളതുണ്ട്. 13 മാർക്കിന്. ഇനി നോക്കിക്കേ, ജോഗ്രഫിയും എക്കണോമിക്സും അതേ 10 മാർക്കിന് അവിടെ കിടപ്പുണ്ട്. ഹിസ്റ്ററി 10 ആയിരുന്നു, എന്തായി മാറി? 5 ആയി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 ആയി. ഇനി കേരള ഗവേണൻസ് അത് 5 മാർക്കിനായി. ഓക്കെ ആണല്ലോ. അപ്പൊ ദാ നോക്കുക, ഇതിൽ നിന്നും പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ കേരള ഗവേണൻസ്, ഇതിൽ എല്ലാത്തിനും നിങ്ങൾ ഒരു 10 മാർക്ക് അടിച്ച്, 15 മാർക്ക് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ഒരു 10 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള സ്ട്രാറ്റജി ചിന്തിച്ചു നോക്കുക. ഓക്കെ, ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ തന്നെ നോക്കിക്കോ, ദാ 30, 20, 50, 50, 20, 70, 70, 8, 78 മാർക്കിനുള്ള സാധനം നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. 78 മാർക്കിനുള്ളത്, 78 മാർക്കിനുള്ളത്. അതിന്റെ അകത്ത് പിന്നെയും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ. അതിന്റെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 78 മാർക്കിന് പിന്നെയും സെലക്ട് ചെയ്ത് പോവാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ പരിപാടി നടക്കില്ല, അവിടെ വീഴും. ഞാൻ സെലക്ട് ചെയ്ത് തരുന്നതെന്ന് വീണ്ടും സെലക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തകിടം മറിയും. ഓക്കെ ആണല്ലോ. ഇവിടെ 78 നിങ്ങൾ 70 മാർക്ക്, ഇനി 78 ബാക്കി ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ബാക്കി ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുമ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നോക്കി ഹൈ ഡിമാൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് ഫോക്കസ് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോ പറഞ്ഞതാ നോക്കുക, ജോഗ്രഫി എക്കണോമിക്സ് അപ്പറയും പഠിച്ചു ഇപ്പറയും പഠിക്കുന്നു, മാത്സ് ഇംഗ്ലീഷ് മലയാളം അപ്പറയും പഠിച്ചു ഇപ്പറയും പഠിച്ചു, കറണ്ട് അഫയേഴ്സ് പിന്നെ നമുക്ക് എന്തായാലും വേണം, ഇമ്പോർട്ടന്റ് ആക്ടുകൾ, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ, പിന്നെ അതുപോലെ കേരള ഗവേണൻസ്, ഈ പറയുന്ന കാര്യങ്ങൾ. ഇത് പുതുതായിട്ട് വരുന്നതാണ്, പക്ഷെ അവൻ നമുക്ക് 13 മാർക്ക് തരുന്നുണ്ട് അവിടെ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്താണ് ആ മാർക്ക് പറഞ്ഞത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, കട്ട് ഓഫ് മാർക്ക്, കട്ട് ഓഫ് എത്രയായിരുന്നു എന്നുള്ളത് ദാ നോക്കുക. കഴിഞ്ഞ വർഷത്തെ മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 57 മാർക്ക് എന്നതായിരുന്നു. 57 മാർക്കായിരുന്നു കട്ട് ഓഫ്. ആ 57 നിന്നും നിങ്ങൾ ഒരു 70 ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ റാങ്ക് പട്ടികയിൽ മുൻനിരയിൽ വരുന്ന ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ജോലി ലഭിക്കുന്ന ഒരു ഇടത്ത് നിങ്ങളുടെ പേര് ഉണ്ടാകും. ഓക്കെ ആണല്ലോ. ദാ നോക്കുക, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് 57. ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 78 മാർക്കിനുള്ളത് വേണ്ട, പോട്ടെ, ഒരു 70 മാർക്കിനുള്ളത് അവിടെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റും. 8 മാർക്ക് തെറ്റിപ്പോയതെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കാം. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ടും കുറിക്ക് കൊള്ളുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊള്ളണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ കാര്യങ്ങൾ സ്മൂത്ത് ആകുന്നത്. ഇനി ഇവിടെ ഒരു ബേസ് പ്ലാൻ എല്ലാവരും ചോദിക്കും, പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടോ സാറേ, അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് ഉണ്ടോ സാറേ എന്നൊക്കെ ചോദിക്കും. എടാ, ഒന്നിലേക്കും പോകണ്ട. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ, എനിക്കറിയാം നിങ്ങൾ ചിലപ്പം ഈ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാകാം, എന്നെ കേൾക്കുന്നവര്, ഇനി വീട്ടമ്മമാരുണ്ടാകാം, ഇല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ, മറ്റു കാരണങ്ങൾ കൊണ്ട് പകുതി സമയം മാത്രം പഠിക്കാൻ പറ്റുന്നവർ, പകുതി സമയം പഠനം, പകുതി സമയം മറ്റു കാര്യങ്ങൾ, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ആളുകൾ എന്നെ കേൾക്കുന്നവരുണ്ടാകും. ചിലപ്പോൾ നിലവില് സർക്കാർ ജോലി ഇരിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടി കുറച്ചുകൂടി ഒന്ന് ഹൈ ലെവലായിട്ട് ഇപ്പോൾ കിട്ടുന്ന സാലറി ഒക്കെ ഒന്ന് മാറ്റി ഹൈ സാലറി എക്സ്പെക്ട് ചെയ്ത് നോക്കുന്നവരുണ്ടാകാം. പല തരത്തിലുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാകാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു സ്കെഡ്യൂളാണ്. ഒരു സ്കെഡ്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ആ സ്കെഡ്യൂൾ ഉണ്ടാക്കും? നിങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി. കാരണം 8 മണിക്കൂർ ഉറങ്ങുന്നു, 8 മണിക്കൂർ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നു, 8 മണിക്കൂർ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ ഒരു 5 മണിക്കൂർ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റും എല്ലാ ദിവസവും? അത് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ആ രീതി എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. നിങ്ങൾ ഉറക്കത്തിന്റെ അവിടെ 8 മണിക്കൂർ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ അവിടെ നിന്ന് എടുക്കാം. 6 മണിക്കൂർ ഉറങ്ങി 2 മണിക്കൂർ പഠനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ദൈനംദിന ജീവിത കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ എടുക്കാനായിട്ട് പറ്റും. 4 മണിക്കൂർ. പിന്നെ നിങ്ങളുടെ ജോലിയിൽ ഇടവേളകളിൽ നിന്നും രാവിലെ മുതൽ 8 മണിക്കൂറിന്റെ ഇടവേളകൾ സമയം എല്ലാം ചേർത്ത് അവിടെ നിന്ന് ഒരു മണിക്കൂർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ 5 മണിക്കൂർ നിങ്ങൾക്ക് അവിടെ ലഭിച്ചു. ഈ 5 മണിക്കൂർ നിങ്ങൾ പഠനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിന്റെ അടുത്ത് കല്യാണം വരും, ഒഴിവാക്കാൻ പറ്റാത്ത, അപ്പൊ കുട്ടികളുള്ളവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വരും. എല്ലാവരും എല്ലാം ചെയ്യണം. ഇതെല്ലാം കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട്, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, ഇത് ഒരാൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യവും വരുന്ന രീതികളും വരുന്ന ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, എല്ലാ ദിവസവും നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും, ഭൂമി ഇടിഞ്ഞ് വീണാലും നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നിങ്ങൾ ഒരു
കെയർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ, ഒരു വിൽ പവറോട് കൂടി ഒരു സ്കെഡ്യൂൾ റെഡിയാക്കുക. ആ സ്കെഡ്യൂളിൽ നിങ്ങൾ തയ്യാറാക്കുന്ന സ്കെഡ്യൂളിൽ നിന്നും എന്ത് സംഭവിച്ചാലും നിങ്ങൾ വ്യതിചലിക്കാൻ പാടില്ല. ഓക്കെ ആണല്ലോ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കുട്ടി ഒരു ദിവസം ഒരു ഡയറി എടുത്തിട്ട് 10 PYQ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങാണ്. ഓക്കെ ആണല്ലോ? അങ്ങനെ വരുമ്പോൾ അപ്പൊ ഇനിഷ്യലി 10 അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ. ആദ്യത്തെ ദിവസം ചെയ്തു, രണ്ടാമത്തെ ദിവസം ചെയ്തു, മൂന്നാമത്തെ ദിവസം ചെയ്തു, നാലാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ഒരു കല്യാണം വന്നു. എന്നാൽ ഇന്ന് എഴുതണ്ട, ഇന്നത്തെ കൂടെ 10 ചേർത്ത് നാളെ എഴുതിയേക്കാം, 20 പഠിക്കാം, 20 കേസല്ലേ ഉള്ളൂ. ചെയ്യരുത്. എന്ത് സംഭവിച്ചാലും ഇത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ഇത് ചെയ്തതിന് ശേഷം ബാക്കി പ്രയോറിറ്റി കൊടുത്താൽ മതി. കാരണം നമ്മുടെ ജീവിതവും നമ്മുടെ ഐഡന്റിറ്റിയും മാറ്റിമറിക്കുന്ന ആ ജോലിയാണ് നമുക്ക് പ്രാധാന്യം. ഇനി പഠനത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടും വേണ്ടത് വേണ്ട പോലെ പഠിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു സിലബസ് ആര് തരും? കേരള PSC തന്നിട്ടുണ്ടാകും. ആ സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പഠിക്കുക. നിങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് കീറി മുറിച്ചൊന്നും പോകണ്ട. ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു തീർക്കാൻ വേണ്ടി നോക്കുക. പഠിച്ചു തീർത്തതിന് ശേഷം ഇത് പഠിച്ച് എത്രമാത്രം പഠിച്ചു എന്നുള്ളവനല്ല ഇവിടെ ഹീറോ. അങ്ങനെയുള്ളവൻ ഇവിടെ അല്ല ഹീറോ അല്ല. ഇവിടെ ഹീറോ എന്ന് പറയുന്നത് പഠിച്ചത് അത്രയും റിവിഷൻ ചെയ്യുന്നതാരോ അവനായിരിക്കും. റിവിഷൻ ആൻഡ് പ്രാക്ടീസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര പഠിച്ചാലും നമ്മളത് മറക്കും. മനുഷ്യനല്ലേടാ, മറക്കും. ആ മറക്കുമ്പോൾ വീണ്ടും അതെന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക, റീകളക്ട് ചെയ്യുക, റിവൈസ് ചെയ്യുക. നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്നതിലുപരി നിങ്ങൾ പഠിച്ചത് നിങ്ങൾ എത്രമാത്രം ഓർത്തിരിക്കാൻ കഴിയുന്നു. റിവിഷൻ ചെയ്ത് സെറ്റാണ്. അതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ചിലപ്പോൾ കണ്ടിട്ടില്ലേ, ABCD എയും ഡിയും എല്ലാം എന്നറിയാം, പക്ഷെ B ആണോ C ആണോ എന്നൊരു സംശയം. ഇങ്ങനെ സംശയം വരാൻ കാരണം നമ്മുടെ റിവിഷൻ എവിടെയോ കുറഞ്ഞു പോയത് കൊണ്ടാണ്. അപ്പൊ എപ്പോഴും ചിന്തിക്കുക, പ്രോപ്പറായി സ്കെഡ്യൂൾ ചെയ്യുക, പ്രോപ്പറായി പഠിക്കുക, പ്രോപ്പറായി പ്രാക്ടീസ് ചെയ്യുക. ഇത് മൂന്നും കൃത്യമായിട്ട് ഒരു ട്രയാങ്കിളിന്റെ ഒരു ത്രികോണത്തിന്റെ 3 അറ്റങ്ങൾ പോലെ സ്കെഡ്യൂൾ, സ്റ്റഡി, പ്രാക്ടീസ്. ഇവിടെ എന്തെങ്കിലും വിളംബം വരുമ്പോൾ വീണ്ടും കറക്റ്റ് ആയിട്ട് സ്കെഡ്യൂൾ, വീണ്ടും സ്റ്റഡി, വീണ്ടും പ്രാക്ടീസ്. ഇത് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് പോയിക്കൊണ്ടേ ഇരുന്ന് കഴിയുമ്പോൾ ഇതിന്റെ ഇടയിലേക്ക് പിന്നെ ചെയ്യേണ്ടത് മോക്ക് എക്സാമുകൾ, അതായത് ടെസ്റ്റുകൾ കൂടി എഴുതി നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക? ഒന്ന് അനലൈസ് ചെയ്യുക. അതും കൂടെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ കറക്റ്റ് ട്രാക്കിലാവും. പിന്നെ അത് ഫോളോ ചെയ്ത് പോയാൽ മതി. ഇവിടെ ഇതിന്റെ ഇടയിൽ പലതും നിങ്ങൾ കാണും. അതായത് നിങ്ങൾ ചെയ്ത് ശരിയല്ല, അതാണ് ശരി, ആ ഐഡിയ നല്ലത്, അങ്ങനെ പഠിക്കാം, ഇങ്ങനെ പഠിക്കാം, മറ്റേതുപോലെ പഠിക്കാം. ചാടിക്കളിക്കാൻ നിൽക്കരുത്. നിങ്ങൾ വൺസ് ഒരു സാധനത്തിൽ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മോടി പിടിപ്പിക്കാം. പോരായ്മകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി മോടി പിടിപ്പിക്കാം. അല്ലാതെ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് മറ്റൊരു ട്രാക്കിലേക്കായി പോകരുത്. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന അത്രയും കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കണം. ഓക്കെ ആണല്ലോ? അതല്ല എങ്കിൽ വീണ്ടും നമ്മൾ ചാടി കളിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള സമയം തീരും, നമുക്ക് പ്രോപ്പറായിട്ട് പഠിച്ച് തീർക്കാനും പറ്റില്ല. അതാണ് ബേസ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായൊരു പ്ലാനോട് കൂടി നിങ്ങൾ പഠിക്കാൻ, അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ട്രാറ്റജിയോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഉള്ള ഒരു ഐഡിയ, അത്തരം കൃത്യമായൊരു പ്ലാൻ, അത്തരം കൃത്യമായൊരു സ്ട്രാറ്റജി, അത്തരം കൃത്യമായൊരു ഐഡിയയോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് നൽകുന്ന അവസരമാണ്. ഈ വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാച്ച്, നമ്മുടെ സ്വന്തം സ്ക്വാഡ് ബാച്ച് എന്ന് പറയുന്നത്. ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രിലിംസ് മുതൽ മെയിൻസ് വരെയുള്ള എല്ലാ സപ്പോർട്ടും നോക്കടാ. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങളിടുന്ന എഫേർട്ട് ഒരിക്കലും പാഴായി പോവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. കാരണം സ്ക്വാഡ് ബാച്ചിലൂടെ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമുകൾക്കെല്ലാം വേണ്ടിയുള്ള സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടും. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? സ്റ്റഡി പ്ലാനുകൾ, അത് വീക്കിലി, മന്ത്ലി, കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള എങ്ങനെ പഠിക്കണമെന്നുള്ള സ്റ്റഡി പ്ലാനുകൾ, പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന PDF നോട്ടുകൾ, നോട്ട് എഴുതി സമയം കളയണ്ട. ആകെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഷോർട്ട് ലെക്ചർ നോട്ടുകൾ എഴുതാൻ മാത്രം, വിശദീകരിച്ച നോട്ട് എഴുതി സമയം കളയണ്ടടാ. അത് പഠിച്ചാൽ മതി. ഓക്കെ, അത് റിവൈസ് ചെയ്താൽ മതി. ഇനി മോക്ക് എക്സാമുകൾ, അതുപോലെ മെന്റർഷിപ്പ്. നിങ്ങൾ എവിടെയാണ് സ്ട്രോങ് ആയിട്ടുള്ളത്, നിങ്ങൾ എവിടെയാണ് വീക്ക് ആയിട്ടുള്ളത്, നിങ്ങളുടെ വീക്കായ പോർഷനെ ഒന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം മെന്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, സൂപ്പർ നോട്ട്സിൽ ചേർന്ന് ഭാഗമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം മെന്റർഷിപ്പ് എത്രമാത്രം നിങ്ങളെ മുമ്പോട്ട് നയിക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടും പോകും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, നിങ്ങളെ ഒന്ന് കൈപിടിച്ച് കൃത്യമായി വഴി നടത്താൻ വേണ്ടി മെന്റർഷിപ്പ്. അതുപോലെ ഒരുപാട് ഫീച്ചറുകളോടെ
സന്തോഷത്തോടെയാണ് നിങ്ങൾക്ക് വേണ്ടി സൂപ്പർ നോട്ട്സ് ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നത്. സ്ക്വാഡ് ബാച്ച് തീരാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ബാച്ചിൽ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അവർക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും വൈകിട്ടില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് ഇത്തവണ ഇത് നേടണം എന്ന ആഗ്രഹം തീവ്രമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. നമ്മുടെ സ്ക്വാഡ് ബാച്ചിലേക്ക് ഒരു കാരണവശാലും ആ തീരുമാനം തെറ്റാവുകയില്ല എന്ന് ഉറപ്പിക്കാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റും 82 81 22 33 66 എന്ന നമ്പറിലേക്ക്. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണമെങ്കിലോ എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തുകൊണ്ട് ചോദിക്കാം. അത് എന്താവശ്യമാണെങ്കിലും നമ്മൾ നിങ്ങളെ അസിസ്റ്റ് ചെയ്ത് സഹായിക്കാനായിട്ട് കൂടെ തന്നെ ഉണ്ടാകും. അതിനുവേണ്ടി നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എപ്പോഴും മനസ്സിൽ കാണുക, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ മനസ്സിൽ സ്വപ്നം കാണുന്ന ആ ഒരു കാര്യം നേടാൻ വേണ്ടി നിങ്ങൾ എഫേർട്ട് കൊടുക്കണം. ആ എഫേർട്ട് എന്ന് പറയുന്നത് ബെസ്റ്റ് ആകുമ്പോഴാണ് നമുക്ക് അതിൽ നിന്നും എന്ത് കിട്ടുക? റിസൾട്ട് കിട്ടുക. ആ റിസൾട്ട് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മുമ്പോട്ടുള്ള ഭാവി ജീവിതത്തെയും അടിപൊളി മാറ്റുന്നതാണെങ്കിൽ ആ മാനിഫെസ്റ്റ് ചെയ്യാനും ആ എഫേർട്ട് ഇടാനും ആ ബെസ്റ്റ് ചൂസ് ചെയ്യാനും ഒരിക്കലും മടി കാണിക്കരുത്. ആ ബെസ്റ്റ് ഇവിടെയുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും വരും ക്ലാസ്സുകളിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കണ്ട, തീർച്ചയായും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അതുമാത്രമല്ല, തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഒരു മനസ്സ്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു തീവ്രമായ ആഗ്രഹം, മോഹം ഉണ്ടാകണം. വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.